പ്രായലേഖനത്തിൽ ഒരു 7 മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകളായിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. 7 മുന്നറിയിപ്പുകൾ വ്യക്തമായി ഞാൻ 13 അധ്യായവും മനസ്സിരുത്തി വായിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നിരിക്കുന്നത് 7 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേതായിരുന്നു എബ്രായലേഖനം 2:1. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ വലിപ്പം അത് ഗണ്യമാക്കാതെ പോയാൽ അതെങ്ങനെ തെറ്റി ഒഴിയും? രണ്ടാമത്തെ മുന്നറിയിപ്പായിട്ട് നാം ചിന്തിച്ചത് ആമേൻ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അത് മുന്നറിയിപ്പ്. 3-ാമത്തെ മുന്നറിയിപ്പായിട്ട് നാം ചിന്തിച്ചത് കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ഈ 3 മുന്നറിയിപ്പുകളെ ആസ്പദമാക്കി ദൈവം തരുന്ന ചില ആലോചനകൾ പറയാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നമുക്ക് കിട്ടിയ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതായ രക്ഷ ഇതിനെ ഗണ്യമാക്കാതെ പോയാൽ എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടിയത് കൃപയാലാ. ഇതിനെ നാം ഗണ്യമാക്കാതെ പോയാൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നാം അതിൻ്റെതായ നിലയിൽ ഇതിനെ കാണാതെ, ഇതിനൊരു പ്രാധാന്യം കൊടുക്കാതെ, ആമേൻ, ഇതിനെ അവഗണിച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയും? അതിനൊരു കാരണം പറയുന്നുണ്ട്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുക. അന്ന് അത് ലംഘിച്ച ആളുകൾക്ക് ആ ലംഘനത്തിന് തക്കതായ നിലയിൽ ശിക്ഷയുണ്ടായി. അങ്ങനാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം തമ്പുരാൻ യേശുക്രിസ്തു പറഞ്ഞതിനെ ഉറപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷ്യം നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷ്യം പറഞ്ഞതുമായ ഇത്ര വലിയ രക്ഷ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആളുകൾ യാദൃശ്ചികമായി കടന്നു വന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏതെങ്കിലും കൂത്തുകാഴ്ച കാണാൻ വന്നവരല്ല. സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഇത്ര വലിയ രക്ഷയെ സംബന്ധിച്ച് ദൈവം നമ്മുടെ ഹൃദയം തുറന്നതുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മളാരും നിസ്സാരന്മാരല്ല, നമ്മളാരും തെരഞ്ഞെടുക്കപ്പെടാത്തവരല്ല. ദൈവത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനായിട്ടൊന്ന് സ്തോത്രം പറയാം. അപ്പോൾ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, അപ്പൊ നമുക്ക് ഇത് എഴുതിയത് ആർക്കാ? പ്രൈസ് ദി ലോർഡ്. കൂട് വിട്ട് നാട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് ഇറങ്ങി വന്ന ഒരു കൂട്ടരോടാ. യെരൂശലേം ദേവാലയത്തിന്റെ പ്രൗഢിയിൽ നിന്നും അവിടുത്തെ ചടങ്ങുകളുടെ മനോഹാരിതയിൽ നിന്നും ഇതൊക്കെ വ്യർത്ഥമാണെന്ന് കണ്ടുകൊണ്ട് കർത്താവായ യേശുവിന്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് ആ പാരമ്പര്യമെല്ലാം ഉപേക്ഷിച്ചിട്ട് വില കൊടുത്ത് നിൽക്കുന്ന ജനത്തോടാ പറയുന്നത്. രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്തവരാ, പീഡനങ്ങളേറ്റവരാ. എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ അവർ പയ്യെ ഇത്ര വലിയ രക്ഷയുടെ വിലയെ വേണ്ട നിലയിൽ ഗണ്യമാക്കാതെ പഴയ ലാവണ്യത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരെ ഓർമ്മിപ്പിച്ച് മുന്നറിയിപ്പോടെ കൊടുക്കുക. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ രക്ഷയുടെ വലിപ്പം നമ്മൾക്ക് പലപ്പോഴും പലതിനും തെറ്റിൽ വീണു പോകുന്നുണ്ട്, സത്യം. എന്നാൽ ഈ രക്ഷ, ദൈവം തമ്പുരാൻ തന്ന ഈ രക്ഷയെ സംബന്ധിച്ച് ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യഥാസ്ഥാനപ്പെടുവാൻ ഒരു വെമ്പൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും, അല്ലേ? കർത്താവേ, ഞാൻ പലതിലും ഞാൻ തെറ്റിപ്പോയി, എന്നാൽ എനിക്ക് അവിടുത്തെ ഹിതപ്രകാരം ഒന്ന് യഥാസ്ഥാനപ്പെടണം എന്ന തീവ്രമായ ആഗ്രഹം രക്ഷിക്കപ്പെട്ടവന്റെ അകത്തുണ്ടാകും. അങ്ങനെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ അകത്തില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഹൃദയം എവിടെയോ കഠിനമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് 3:12 നാം വായിച്ചത്. എന്തോ നാം വായിച്ചത്? ആമേൻ. അവിടെ 3:12 നാം വായിച്ചത് ഇങ്ങനെയാണ്: ജീവനുള്ള ദൈവത്തെ
ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അപ്പൊ ജീവനുള്ള ദൈവം, നമുക്ക് കിട്ടിയ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമുള്ളത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്, അപ്പൊ ത്യജിച്ച് കളയാൻ സാധ്യതയുണ്ട്. ആർക്ക്? ഇത്ര വലിയ വില കൊടുത്തുകൊണ്ട് രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസത്തിൽ വന്ന വിശുദ്ധന്മാര് പോലും ഈ രക്ഷയെ ത്യജിച്ച് കളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് എന്താ പറയുന്നത്? ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും. അപ്പൊ ഈ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും രക്ഷയൊക്കെ ത്യജിക്കാൻ പിന്നെ വലിയ പാടൊന്നുമില്ല. അവിടെ തൊട്ട് താഴെ ഇങ്ങനെ അവരെ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. അപ്പൊ പാപം നമ്മളെ ചതിക്കും, ഇല്ലയോ? എത്രയോ വിശുദ്ധന്മാരെ പാപം ചതിച്ചിട്ടുണ്ട്. പാപം ആദ്യമേ വരുമ്പോൾ ഇത് പാപമല്ല എന്ന് തോന്നിപ്പിച്ച വരുന്നത്, എന്നാൽ നമ്മുടെ അകത്തറിയാം ഇത് പാപമാണെന്ന്. പാപത്തിന്റെ ചതിയാൽ, അവിടെ തൊട്ട് താഴെ ഇങ്ങനെയാണ്, നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. അപ്പൊ പാപം ചതിക്കും. എങ്ങനെ ചതിക്കും? നമ്മുടെ ഹൃദയത്തിലെ മനസ്സാക്ഷിയെ കഠിനമാക്കി ചതിക്കും. ശരിയല്ലയോ? നിരന്തരമായി പാപത്തോട് സമരസ്യപ്പെട്ടാൽ പിന്നെ പാപത്തെ പാപമാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത നിലയിൽ നമ്മുടെ ഹൃദയം കഠിനമായി പോകും. ഇതൊരു മുന്നറിയിപ്പാ. പാപത്തോട് നിങ്ങൾ, അവിടെ എബ്രായ ലേഖനം 12:4 പറയുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ ഒരു വിശ്വാസിയാണോ നാം? പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം. എന്നാൽ പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഒരുപക്ഷെ പാപം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിലുള്ള പരിക്കുകൾ വരുത്തിക്കാളും. എന്നാൽ ഒരു കാരണവശാലും പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നാൽ നമ്മുടെ ഹൃദയം കഠിനമായി പോകും. ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസം ഇല്ലാതായി തീരും. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവനുള്ള ദൈവത്തെ ത്യജിപ്പാൻ വലിയ പാടൊന്നുമില്ല. വിശ്വാസിയായിട്ട് സഭയിൽ വന്നിരിക്കും, ആരാധിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ പ്രസംഗിക്കുകയും ചെയ്യും, പ്രൈസ് ദി ലോർഡ്, ചിലപ്പോൾ പ്രവചനവും പറയും. പക്ഷേ ഹൃദയം കഠിനമായ അവസ്ഥയിൽ പിശാച് നമ്മെ മുതലെടുത്ത് വെച്ചോണ്ടിരിക്കുകയാണോ? ഇത് എഴുതിയത് വിശ്വാസികൾക്കാ, ചുമ്മാ സാധാരണ വിശ്വാസികളല്ല, ശക്തരായ വിശ്വാസികൾ. പാരമ്പര്യത്തെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് യേശു മാർഗത്തെ പിൻപറ്റിയവർ, കഷ്ടതകളും പീഡകളും എഴുതിയവരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. എന്നിട്ട് 3ാമത്തെ മുന്നറിയിപ്പിലേക്ക് ഇങ്ങനെ വരുവാണ്. അത് 4-ാം അധ്യായത്തിൽ 1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അപ്പൊ ഈ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. കഠിനപ്പെട്ടാലും പ്രതീക്ഷ അറ്റുപോകല്. വചനത്തിന് അതിൻ്റെ ശക്തിയുണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഒരുപക്ഷെ ഒരു മനുഷ്യനോട് ക്ഷമിക്കാനുള്ള വിഷയത്തിലായിരിക്കാം ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. ഏതെങ്കിലും പ്രത്യേക തെറ്റായ ബന്ധങ്ങളിൽ തുടർന്നിട്ട് അതിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാതെ ആ പാപത്തെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ തളയ്ക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തിലോ ഒക്കെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഇതേ നില മുമ്പോട്ട് പോയാൽ ഒരു പക്ഷേ നിന്റെ ഹൃദയം കഠിനമായി മാനസാന്തരപ്പെടാൻ പറ്റാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ വചനം ആരെയും തള്ളിക്കളയുന്നില്ല. എത്ര പ്രതീക്ഷയേറ്റ അവസ്ഥയാണെങ്കിലും ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുവാൻ സന്നദ്ധതയോടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഭയപ്പെട്ടോണം. ഹൃദയം കഠിനമായാലും വചനത്തിന്റെ ശക്തിയാ, അത് സഭയിൽ മുഴുങ്ങി കേൾക്കണം. ദൈവത്തിന്റെ വചനം സഭയിൽ മുഴുങ്ങി കേൾക്കണം. ലേഖനങ്ങൾ സഭയിൽ മുഴുങ്ങി കേൾക്കണം. എവിടാണോ ഹൃദയം കഠിനമായിരിക്കുന്നത്, പ്രതീക്ഷയറ്റ നിലയിൽ പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും പിശാച് വന്നിരിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
അവൻ വരുന്നത് അറുപ്പാനും ഒടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എവിടെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട്, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് കിട്ടി ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ തള്ളിക്കളയാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സ് കഠിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അടുത്ത വചനം വരുന്നത് ആ കഠിനമായിരിക്കുന്ന ഹൃദയത്തെ മാംസലമാക്കി തീർക്കുവാൻ ശക്തിയുള്ള വചനമാണ്. ആ വചനം പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇനിയും ശേഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എവിടെങ്കിലുമൊക്കെ ഹൃദയം കഠിനമായിട്ടിരിക്കുകയാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കേട്ടോ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് വേണ്ടി പിന്നെയും ശേഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പൊ ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലേ? ദൈവഭയം നഷ്ടപ്പെട്ടു. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ ദൈവം എന്തുവാ? അവൻ സ്നേഹമാണ്, അവനെല്ലാമാണ്. പക്ഷെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പ്രൈസലോ. അപ്പോൾ എന്ത് നാം കാണുന്നു? പ്രൈസലോ, ദൈവത്തിന്റെ വാഗ്ദത്തം ഇപ്പോഴുമുണ്ട്. യേശുവിന്റെ മടങ്ങി വരവ് വരെ, യേശു കർത്താവിന്റെ മടങ്ങി വരവ് വരെ അവന്റെ വാഗ്ദത്തത്തിന്റെ ആ രക്ഷയുടെ ഉറപ്പ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് നൽകുവാൻ സ്വർഗം തയ്യാറാണ്. എത്ര വീണ് കിടക്കുന്ന അവസ്ഥയാണേലും, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമായതും രക്ഷയ്ക്ക് ഉതകുന്നതും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അല്ലേ? അതിപ്പോ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും നിലയിൽ പാപത്തിൽ അകപ്പെട്ടാൽ സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെയും, ആമേൻ, അവന്റെ നല്ല വചനത്തെയും ആസ്വദിക്കുകയും ചെയ്തിട്ട് പിന്മാറിപ്പോയാൽ നിങ്ങൾ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവർ ലോകാപവാദം വരുത്തുന്നവരുമാകുന്നു. അതുകൊണ്ട് നിങ്ങളെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ലെന്ന് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയാ, ഞാൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും ഞാൻ വിശ്വസിക്കുന്നു. അവൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ആമേൻ സ്തോത്രം, അകപ്പെട്ട് കിടക്കുന്ന, അവൻ ഹൃദയം കഠിനമായി കിടക്കുന്ന ഏവനെയും ഈ രക്ഷാ പദ്ധതിക്കകത്തേക്ക് കൊണ്ടുവരുവാനുള്ള വചനവും കർത്താവ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറിച്ച് ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ദൈവത്തെക്കുറിച്ചും അവന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നുകളവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല കേട്ടോ. ആമേൻ പ്രൈസ്. നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോട്ടങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും ദൈവം തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളുടെ താഴ്ചകളെ അവൻ നിങ്ങളുടെ വീഴ്ചകളെ അവൻ സ്വന്തം നിങ്ങളെ ഉന്നതികളാക്കി മാറ്റുമെന്നേ നമ്മുടെ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ദൈവ, നമ്മളെ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവ. തകർത്ത് കളയുന്ന ദൈവത്തെ പ്രസംഗിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈകൊണ്ട് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, കരം പിടിച്ചുയർത്തുന്ന രക്ഷകൻ ഇവിടെ ഉണ്ട്. അവന്റെ പേര് തന്നെ രക്ഷകനാണ്. അവൻ തള്ളിക്കളയുന്നവനല്ല, അവൻ രക്ഷകനാകിയാൽ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവിക്ക് ബന്ധത വന്നിട്ടില്ല. ഇന്ന് വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. വചനത്തിന്റെ ശക്തി ചില ജീവിതങ്ങളെ ഇന്ന് പകൽ വിടുവിക്കട്ടെ. വചനത്തിന്റെ ശക്തി ചില ജീവിതങ്ങളുടെ മേൽ ആത്മ സാന്നിധ്യം ഇന്ന് പകൽ കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞത്? 4-ാം അധ്യായത്തിൽ അവൻ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, അല്ലേ? വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന്റെ ദാനമാണ്. ഇപ്പൊ ഈ ദാനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ ഇതിന് വില കൊടുക്കാത്തത് കൊണ്ട്, ദാനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ ഇതിന് വില കൊടുക്കാത്തത് കൊണ്ട് നമുക്കിത് വില കുറഞ്ഞതായി കാണരുത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സ്തോത്രം ജീവിതത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:12 ഒന്ന് വായിക്കാമോ? അവൻ ഭയത്തോടും വിറയലോടും കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയർ 2:12-15. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇത് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുകയും. അത് പുതിയ തർജ്ജമയാണ്.
ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. പഴയ ബൈബിളിൽ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചല്ല ഈ രക്ഷ കിട്ടുന്നത്, സത്യം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ പറയുന്നു ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അപ്പൊ രക്ഷ ദൈവത്തിന്റെ മഹാകൃപയാൽ, കൃപയാലുള്ള രക്ഷ കിട്ടിയ ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ആ രക്ഷിക്കപ്പെട്ട നിലകളിൽ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട്, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണിയതുമില്ല. ഇങ്ങനെയൊക്കെ ഇസ്രായേലിനെ നോക്കി ബിലെയാം പ്രവചിക്കുന്നുണ്ട്. ആമേൻ. അത് നമ്മളെ നോക്കിയാണ് പ്രവചിച്ചത് എന്നങ്ങനെ കരുതുക. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എങ്ങനെ? ദൈവത്തിന്റെ മഹാകൃപയാൽ. അതിനകത്ത് യാതൊരു രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന്റെ ദാനമാണ്. ദൈവത്തിന്റെ മഹാകൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാൻ നമുക്കൊരു പ്രവർത്തനമുണ്ട്. ഞാനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം സൂം മീറ്റിംഗിൽ പറഞ്ഞതുപോലെ പറയട്ടെ. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, 1 രൂപ പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ യാത്രയിൽ എനിക്ക് എങ്ങനെ വേണേലും പോകാം. പ്രൈസ് ദി ലോർഡ്. ഏത് നിലയിൽ പോയാലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ചാലോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് തോന്നുന്ന വഴിയെ പോയാലും എനിക്കൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, കൈവിലങ്ങളല്ലാത്ത. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ കയ്യിലോട്ട് 1 കിലോ സ്വർണം തന്നിരിക്കട്ടെ. എന്നതാ തരുന്നത്? 1 കിലോ സ്വർണം. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ 5 കിലോ ആക്കിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ ഇത് എൻ്റെ കയ്യിൽ വന്നു കഴിയുമ്പോ പിന്നെ എൻ്റെ യാത്രയ്ക്ക് ഗൗരവമാണ്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന മുഴുവൻ സമയവും വളരെ വിജിലന്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ജാഗ്രതയും, പ്രൈസ് ദി ലോർഡ്, ജാഗ്രതയുള്ളവനായിട്ടിരിക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അലക്ഷ്യമായി പോകത്തില്ല, കള്ള് ഷാപ്പിൽ കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ഇവിടെ കടത്തി പറയട്ടെ. ഈ ഇത്രയും കിലോ സ്വർണം എൻ്റെ കയ്യിൽ തന്നപ്പോൾ ആ തന്ന വ്യക്തി ഇത് സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ള ഒരു സെക്യൂരിറ്റി ഫോഴ്സിനെ കൂടെ എന്നെ ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. അപ്പൊ പിന്നെ കാര്യങ്ങൾ സുഗമമല്ലേ? അപ്പോൾ എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഇത്ര വിലയേറിയ സ്വർണം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ സെക്യൂരിറ്റി എനിക്കുണ്ട്. പോകാനുള്ള യാത്രയ്ക്കുള്ള വാഹനമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ യാത്രയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ പോകുന്ന വഴിയിൽ എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, നല്ല വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. പോകുന്ന വഴിയിൽ എനിക്ക് കള്ള് ഷാപ്പിലൊന്ന് കയറണമെന്ന് തോന്നി. അപ്പൊ എൻ്റെ കൂടെ ഈ കൂട്ടത്തിൽ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, ഇപ്പൊ പോകരുത്, നിനക്ക് ഇത്രയും സാധനങ്ങൾ ഉത്തരവാദിത്വം നിനക്കൊണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോ പിന്നെയും എനിക്ക് അവിടെ ഒന്ന് കയറണം തോന്നി. അപ്പൊ നിരന്തരം എനിക്ക് കയറി എൻ്റെ കൂടെ ഇരിക്കുന്ന ആളും സെക്യൂരിറ്റിയും പോകരുത് പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നെ പിടിച്ചു നിർത്തി മർദ്ദിച്ച് അവശനാക്കി തളച്ചിടാൻ അവർക്ക് അവകാശമില്ല. അവർ പറഞ്ഞു പോകരുത് പോകരുത്. അവരുടെ ആ ശക്തമായ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. എനിക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എല്ലാ നിലയിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെല്ലാം അവഗണിച്ചിട്ട് ആമേൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു പോകും. ഈ രക്ഷയും അതുപോലെ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര വലിയ രക്ഷ നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടോ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഇതിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് 1:5 വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്ന രക്ഷയെ കാത്തു സൂക്ഷിക്കാൻ ഒരു ദൈവശക്തി നമ്മുടെ മേലുണ്ട്. ഈ ദൈവശക്തിക്കകത്ത് നമ്മളോട് നിരന്തരം ഇടപെടുന്ന പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ വിശ്വാസത്താൽ, ദൈവം തന്ന വിശ്വാസത്താൽ, ദൈവം തന്ന ദൈവശക്തിയാൽ രക്ഷ എന്ന ദാനത്തെ നാം കാത്തു സൂക്ഷിക്കുക. എത്രയോ വചനങ്ങളുണ്ട്. യൂദായുടെ ലേഖനത്തിലില്ലേ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പോൾ ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് രക്ഷ തന്നപ്പോൾ ഈ രക്ഷയെ ഫിനിഷിംഗ് പോയിന്റ് വരെ കൊണ്ടുപോകാനുള്ള സെക്യൂരിറ്റി നമുക്കുണ്ട്.
ദൈവശക്തി നമുക്കുണ്ട്. എന്നാൽ നാം ഇതിനെ മനപൂർവ്വം അവഗണിച്ച് കളഞ്ഞാലാണ് വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്, നാം ഇതിനെ മനപൂർവ്വം അവഗണിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്ന രക്ഷയ്ക്കകത്ത് നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു പാക്കേജ് ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ അത്രേ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ നിക്ഷേപമാണ് രക്ഷ, ദൈവത്തിന്റെ നിക്ഷേപമാണ് പരിശുദ്ധാത്മാവ്. വീണു പോകുവാൻ, തകർന്നു പോകുവാൻ, ഉടഞ്ഞു പോകുവാൻ സാധ്യതയുള്ള എന്നിൽ ദൈവത്തിന്റെ നിക്ഷേപം തന്നിട്ട് നിത്യതയോളം അത് കൊണ്ടുവരുവാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. എവിടെങ്കിലുമൊക്കെ ഹൃദയം കഠിനമായിക്കൊണ്ട് നിങ്ങളുടെ രക്ഷയെ ത്യജിച്ചു കളയുവാൻ തക്കതായ നിലകളിൽ പിശാച് ആരെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളെ തകർക്കുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. യേശുവിന്റെ മടങ്ങി വരുവരെ ഇതുണ്ട്. അവൻ നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല നിൽക്കുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട്, എൻ്റെ കഴിവിന്റെ 1% പോലും എന്നെ നിർത്തുന്നതിന് സഹായമല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യാൻ സദാ സന്നദ്ധനാണ്. ഫിലിപ്പിയർ 2:12 ആമേൻ. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. എവിടെങ്കിലുമൊക്കെ വീഴ്ച വന്നാലും ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ രക്ഷയുടെ അനുഭവത്തിൽ പ്രവേശിച്ചപ്പോൾ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് മാർഗദർശിയായ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മോട് ഇടപെടുമ്പോൾ അതിന് കീഴ്പ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നീ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്. നമ്മളാരും പ്രവർത്തിച്ചല്ല രക്ഷ നേടുന്നത്. എന്നാൽ നമ്മുടെ അകത്ത് രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മെ ഓരോ സമയത്തും സഹായിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ് ഉണ്ട്. ആമേൻ. ആ പരിശുദ്ധാത്മാവിലാണ് സ്തോത്രം നമ്മുടെ പ്രവർത്തനത്തെ നടത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു കാര്യങ്ങൾ കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ കൂടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. നമ്മൾ രക്ഷിക്കപ്പെട്ട് രക്ഷയെ പ്രാപിച്ച് നിൽക്കുന്ന ദൈവമക്കളോട് പറയുന്നതായിട്ട് അങ്ങ് എടുക്കുക. അന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ കൂട്ടത്തിലുള്ള ചെറിയ ഗ്രൂപ്പിനോടാണ് ഇത് പറയുന്നത്. തന്നെ പിൻഗമിച്ച ചെറിയ ഗ്രൂപ്പിനോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഇതെല്ലാ വിശ്വാസികളോടും പറയുന്നവനാ. രക്ഷാനിർണയത്തിൽ വന്ന നമ്മോട് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഒത്തിരി ഇല്ലയോ? ഇല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ കലങ്ങുന്ന അവസ്ഥകൾ. ജീവിതത്തിൽ ഒരുപക്ഷെ ഭൗതികമായ നന്മകളൊന്നും കാണാതെ പല നിലകളിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എല്ലാവർക്കും എപ്പോഴും ഭൗതിക സാഹചര്യങ്ങളിൽ 100% പെർഫെക്റ്റായി വരണമെന്നില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും സൗഖ്യത്തോടെ ഇരിക്കണമെന്നില്ല. എല്ലായ്പ്പോഴും എല്ലാവരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സമൃദ്ധിയായി കയ്യിൽ വരണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും അനുഭവിക്കാവുന്ന രക്ഷയുടെ ഉറപ്പുണ്ട് കേട്ടോ. അതിനെ ചോർത്തിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി 3, 4, 5 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഹൃദയം കലങ്ങിയിരിക്കുക. ജീവിതത്തിൽ വന്നിരിക്കുന്നതായ ദുരന്തങ്ങളുടെയോ ദുരനുഭവങ്ങളുടെയോ ചിന്തകൾ നമ്മുടെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വചനത്തിന് അതിനെ പൊട്ടിക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ. വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഏതെങ്കിലും ജീവിത അനുഭവങ്ങൾ കടുത്ത നിരാശയിലേക്ക് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് നിരാശകളുടെ കെട്ടുകളെ അഴിച്ചിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാനുള്ള കരുത്തുണ്ട്. വിശ്വസിക്കുന്നവർ, വചനം ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് തൊട്ടാണ് പറയാണ് എന്തുകൊണ്ട് കലങ്ങിപ്പോകരുത്? ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. അതാണ് പറയുന്നത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്.
അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും വന്നു വരാതിരിപ്പാൻ ഭയപ്പെടുക. അപ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ. അതായത് സ്വർഗത്തിൽ ജീവനുള്ള ഒരു പിതാവ് നമുക്കുണ്ട്, ഒരു സ്വർഗീയ അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ അപ്പൻ പൊട്ടനല്ല, നമ്മുടെ അപ്പൻ കാഴ്ച കാണാത്തവനല്ല, അവൻ സകലത്തെ നിർമ്മിച്ചവനാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. അവന്റെ പുത്രന്റെ പരമയാഗത്താൽ എന്നെ വീണ്ടെടുത്തെനിക്ക് പുത്രത്വം തന്നതുകൊണ്ട് ഞാൻ എന്റെ സ്വർഗത്തിലെ അപ്പന് വിലപ്പെട്ടവനാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്തത്, എന്നിലും വിശ്വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശു പറയുകയാണ്, നിങ്ങൾ എന്നിലും വിശ്വസിക്കുക, നിങ്ങൾക്കുള്ള രക്ഷകനിൽ വിശ്വസിക്കുക, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ യാഗമായി തീർന്നവനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു രക്ഷകൻ നിങ്ങൾക്കുണ്ട്, ഒരു പിതാവ് നമുക്കുണ്ട്, ഒരു രക്ഷകൻ നമുക്കുണ്ട്. നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു രക്ഷകനുണ്ട്, നമ്മുടെ യേശു മാത്രം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ ബലഹീനതയെ അറിയാവുന്ന എന്റെ മഹാപുരോഹിതൻ എനിക്കുണ്ട്. ഞാൻ പലയിടത്തും പലപ്പോഴും വീണുപോകുന്നു, എന്നാൽ എന്റെ മഹാപുരോഹിതൻ എന്റെ ബലഹീനതയിൽ എന്നോട് സഹതാപം കാണിക്കുന്നവനാ. അവൻ എന്നെ തള്ളിക്കളയുന്നവനല്ല. അവന്റെ രക്ഷാ പദ്ധതിക്കകത്താണ് ഞാൻ പൊന്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല. അകത്തേക്ക് ഇത് ശക്തിയോടെ വ്യാപരിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അടുത്ത വാക്യം, എന്നിലും വിശ്വസിപ്പിൻ. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിന്റെ കലക്കത്തെയും ഡിപ്രഷനെയും ഹൃദയത്തിലെ ആകുലതകളെയും നിരാശകളെ മാറ്റാനുള്ള വഴികളാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളമ്പിത്തരുന്നത്. ദൈവത്തിൽ പിതാവായ ദൈവത്തിൽ വിശ്വസിപ്പിൻ, രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ. അടുത്ത വാക്യം പറയുന്നു, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്വർഗീയ പ്രത്യാശയിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ ഞങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അപ്പോൾ സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റും. ആ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കപ്പെടുന്നു എന്നുള്ള സദ്വർത്തമാനം നമ്മുടെ ഭാരങ്ങളെ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അഞ്ചാമത്തെ പ്രത്യാശ ഇതാ, എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുന്ന യേശു എന്നെ രക്ഷിക്കാനുള്ള പൂർണ്ണ പ്രവൃത്തിയും ചെയ്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരും. ഈ 5 കാര്യങ്ങൾ നമ്മളെ അങ്ങ് കയറി പിടിച്ചാൽ പിന്നെ എന്ത് ഭാരമാ. ഈ 5 കാര്യങ്ങൾ ഒരു വിശ്വാസിയെ കയറി ബന്ധിച്ചു കഴിഞ്ഞാൽ ബുൾഡോസറിന് പോലും അവനെ തകർക്കാൻ പറ്റത്തില്ല. എനിക്കൊരു അപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. ആമേൻ. എനിക്കൊരു രക്ഷകനുണ്ട്. അവന്റെ രക്ഷാകരമായ പ്രവൃത്തി എനിക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ടെന്ന് അവൻ പറഞ്ഞു. ആ സ്വർഗത്തിൽ എന്നെ രക്ഷിക്കപ്പെടുത്തുവാനുള്ള പ്രവൃത്തി ചെയ്ത എന്റെ യേശു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം പണിയുന്നു. പിതാവിനോട് എന്റെ ബലഹീനതയിൽ സഹതാപം കാണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരും, വീണ്ടും വരും. വീണ്ടും വരവന്റെ പ്രത്യാശ ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ്ചര്യങ്ങളെ മാറ്റും. ആമേൻ. നമുക്ക് കിട്ടിയ രക്ഷയ്ക്കകത്തെ ആമേൻ നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ആമേൻ. രക്ഷകനായ ക്രിസ്തുവുണ്ട്. ഒരു സ്വർഗീയ ഭവനമുണ്ട്. അവനെ നമുക്ക് വേണ്ടി ആമേൻ വാസിപ്പാൻ ഒരിടം ഒരുക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ ചേർപ്പാൻ വീണ്ടും വരും. നമുക്ക് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. സ്വർഗത്തിലേക്ക് നമുക്ക് ആർക്കും തന്നെ പോകാൻ പറ്റത്തില്ല. കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ യേശുവിന്റെ ഗംഭീര നാദത്തിങ്കൽ ആമേൻ മരിച്ച വിശുദ്ധന്മാർ കല്ലറകളിൽ ഉയർക്കുമ്പോൾ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന ഞാനും അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു വന്ന് എന്നെ കൊണ്ടുപോയാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്കാർക്കും തന്നെ പോകാവുന്ന ഇടമല്ല സ്വർഗം. അവിടെ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുന്ന നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ മഹാപുരോഹിതൻ നമ്മെ ചേർപ്പാൻ അവൻ വീണ്ടും വരുമ്പോൾ അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ദൈവമക്കളെ സ്തോത്രം, നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്ക് സ്തോത്രം ഒരു സ്വർഗമുണ്ട്, അവിടെ നമുക്കൊരു ഭവനമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് യേശു നമ്മെ ചേർപ്പാൻ വരും. ഇത് നമ്മെ കയറി പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ചിന്ത നമ്മെ ഓരോ സമയവും കയറി പിടിക്കണം. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗീയ ഭവനത്തിന്റെ പ്രത്യാശയാണ്. ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ മാനുഷിക വാക്കുകളൊക്കെ വെറുതെയാണെന്നേ. പ്രത്യേകിച്ച് ഭയപ്പെടെ നിന്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു യേശു ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ ഏറ്റവും വലിയ ധൈര്യം. കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ച് എത്ര വലിയ വിഷയമാണേത്. ശക്തനായ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലോകപ്രകാരം നോക്കിയാൽ നമ്മളിവിടെ ആകപ്പാടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പല നിലകളിൽ തകർന്നിരിക്കുമ്പോൾ ഈ ലോകപ്രകാരം ഏറ്റവും കരുത്തുള്ള ആളെന്ന് തോന്നുന്ന ഒരാൾ വന്നോടെ തോളെ കൈവച്ചാൽ പോലും നമുക്ക് ആശ്വാസം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ശരിയല്ലയോ? നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ആള് പ്രധാനമന്ത്രിയെ തന്നെ അങ്ങ് എടുത്തു, ചുമ്മാ അങ്ങ് എടുക്കുന്നതിന് നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വന്ന് നമ്മുടെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ തോളെ ഒന്ന് കൈവെക്കുന്നതായിട്ട് സങ്കല്പിച്ചു. അതിന് മുടക്കൊന്നുമില്ല, സങ്കല്പിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ സംഭവിച്ചാൽ പുള്ളി എന്ത് പറയാണ്, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സമയാസമയം വിളിച്ച് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെ പിന്നെ ലോകപരമായ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ 100% മാറിക്കിട്ടും, അല്ലയോ? പക്ഷെ ഇവിടെ ഒരാൾ നമ്മളോട് പറയാണ്, പ്രൈസ് ദി ലോർഡ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകും, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട്. സർവശക്തനായ ദൈവം തമ്പുരാൻ പറഞ്ഞതിനെ പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ മൊത്തം ആശങ്ക. ശരിയല്ലയോ? സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുക, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, ഭയപ്പെടേണ്ട. നിന്റെ തോളയിലോട്ട് യേശു കരം വെക്കുന്നത് കണ്ടേ പറയാണ്, ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെ ഉണ്ട്. നിനക്ക് കഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, കഷ്ടമൊക്കെ നിനക്ക് വരും കേട്ടോ, എങ്കിലും നീ ധൈര്യപ്പെട്ടു, എങ്കിലും നീ ധൈര്യപ്പെട്ടു. ഞാൻ ലോകത്തെ ജയിച്ചവനാ, ലോകത്തെ ജയിച്ച് ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുക. ഈ വചനത്തെയൊക്കെ ആഴമായിട്ടൊരു പൊട്ടനെ പോലും വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള കൃപ തരട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയോ കൃപ തോന്നി കരുതിടണേ.